Good morning. Morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Prayer പറഞ്ഞോ കേട്ടോ. Okay, ma'am. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമ കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യവും നിതാന്തവത്സരോത്സുകം. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കുവയ്ക്കു ഞങ്ങളിൽ. താങ്ക് യു, മാം. Signing thought of the day. Ma'am, Signing പറഞ്ഞോ. Okay, ma'am. Good morning, ma'am, and my dear friends. Today is Friday, 1st August 2025. On this day, we observe National Girlfriend's Day in some countries, a day to celebrate friendship and bonding. Let's begin our day with a positive mind and a smiling face. Thank you. Thank you. Thought of the day. One thought ഞാനാണ്. The future depends on what you do today. Mahatma Gandhi. I repeat my thought. The future depends on what you do today. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു? മരിയ മോണ്ടിസോറി ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലാലോ? ഇല്ല മാം, 85 പേജ് നമ്പർ. ഓക്കെ, മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ ദ വേർഡ്സ് അതാണോ? ഇനി അതാണ്. യെസ് മാം, ഇനി അതാണ്. ഓക്കെ, ഇനി അതാണ്. Montessori opinion that education is not something which the teacher is does. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ എന്താണ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എഡ്യൂക്കേഷൻ വരുന്നത്. എന്താന്ന് വെച്ചാൽ ബട്ട് ദാറ്റ് ഈസ് നാച്ചുറൽ പ്രോസസ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വിച്ച് ഇൻവോൾവ്സ് സ്പോണ്ടേനിയസ്ലി ഇൻ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ എഡ്യൂക്കേഷൻ അത് സ്വാഭാവികമായിട്ട് ആ ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ പറയും എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റും എന്ന് നമ്മൾ പറയാറുണ്ട്. എഡ്യൂക്കേറ്റഡ് ആണ് എന്നാണ് നമ്മൾ പറയാറില്ലേ? അതെന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ? ചിലപ്പോ അവർ കമ്പയർ ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് പോലും നീ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ അഭിപ്രായമൊക്കെ പറയാറുണ്ട്. കാരണം എഡ്യൂക്കേഷൻ കൊണ്ട് മീൻസ് നമ്മൾ ആ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ബുക്കിലുള്ള കാര്യങ്ങൾ പക്കയായിട്ട് പഠിക്കുക, എക്സാമിന് എഴുതുക എന്നുള്ളതല്ല. നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്തു, മോണ്ടിസോറി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ചെയ്തു. ഈ കോഴ്സ് ചെയ്തിട്ട് ഞാൻ വൈവയുടെ ഒക്കെ സമയത്ത് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ കോഴ്സ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലെ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ? ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയമേ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ മോണ്ടിസോറി കോഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു എയിം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്വയമേ ചോദിച്ചു നോക്കി, ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, it is not acquiring by listening to the words. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക എന്ന് മാത്രമല്ല, but
by virtue of the experience in which a child act on his environment. നമ്മൾ കുട്ടികള് ജസ്റ്റ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, ലെസൺ ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ ആണ്. ഇന്നത്തെ മോഡേൺ എഡ്യൂക്കേഷൻ അങ്ങനെയാണ് അല്ലെ. നമ്മൾ സാധാരണ ക്ലാസ്സിൽ കുട്ടികൾ എങ്ങനെയാണ് ബുക്കിലെ കാര്യങ്ങളൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് പഠിക്കുന്നത്, ടീച്ചറിനെ പറഞ്ഞേപ്പിക്കുന്നു, അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്നു, വേർഡ്സ് ലിസൺ ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷെ അവന്റെ എൻവയോൺമെന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? അവന്റെ പുറത്തുള്ള എൻവയോൺമെന്റ്, അതിന്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പക്ഷെ നമ്മുടെ മോണ്ടിസോറി കുട്ടികൾക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ അലൗ ചെയ്യുന്നുണ്ട്. അവന്റെ എൻവയോൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാനും അവന് കാര്യങ്ങൾ മനസ്സിലാക്കാനും സ്വയമേ സ്പോണ്ടേനിയസ് ആയിട്ട് അവൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അവന് പറ്റും. ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഓട്ടോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, നമ്മളൊരു കുട്ടിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും മോണ്ടിസോറി സ്കൂളിലുള്ളത്. അപ്പോൾ മുതിർന്ന കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ യങ്ങർ വൺസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. യങ്ങർ വൺസ് അവരുടെ ഫ്രണ്ട്സ്, അവരുടെ പിയർ ഗ്രൂപ്പ്സിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികളോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊരു കുട്ടിക്ക് അറിഞ്ഞുകൂടെങ്കിൽ അവന് യങ്ങർ വൺ അത് ഓൾഡർ വണ്ണ് യങ്ങർ വണ്ണിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇവനെന്ത് ചെയ്യും, ഈ ഒരു കാര്യം അവരുടെ ഫ്രണ്ട്സിന് അത് മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. ഇപ്പം നമ്മൾ എന്താണ് ഒരു ഓട്ടോ എഡ്യൂക്കേഷൻ ആണ് നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മോണ്ടിസോറി സ്കൂളുകളിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് ടാസ്ക് ഈസ് നോട്ട് ടു ടോക്ക്, കാര്യങ്ങൾ പറയാൻ മാത്രമല്ല ടീച്ചറുടെ ടാസ്ക്, ബട്ട് ടു പ്രിപ്പയർ arrange a series of motifs for cultural activity in a special environment made for the child. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഒരു സ്പെഷ്യൽ എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ദ വേൾഡ് ഫോർ ചിൽഡ്രൻസ്. ആ ഒരു വേൾഡ് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ട കുറച്ച് ആക്ടിവിറ്റീസും കൾച്ചറൽ ആക്ടിവിറ്റീസും മോട്ടീവ്സും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി സ്കൂളിലെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി. എന്ന് വെച്ചാൽ നമ്മളുടെ ഡ്യൂട്ടി എന്നുവെച്ചാൽ സാധാരണ സ്കൂളിലെ കുട്ടികൾക്ക് എന്താണ് ലെക്ചറാണ്, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എല്ലായിടത്തും ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ചില സ്കൂളുകളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അവർ സംസാരിക്കാൻ പാടില്ല, ക്ലാസ്സിന്റെ ടൈമിൽ ക്ലാസ് അവേഴ്സിൽ സംസാരിക്കാനായിട്ട് പാടില്ല. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഫുൾ ടീച്ചർ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ എപ്പോഴും ലിസണേഴ്സ് ആയിരിക്കുന്നു. സ്പീക്കർ ആരാണ്, ടീച്ചർ ആയിരിക്കും, ലിസണേഴ്സ് കുട്ടികളായിരിക്കും. പക്ഷെ നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അവിടെ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എൻറ്റയർലി എങ്ങനെയാണ്, ഡിഫറെന്റ് ആണ്. നമ്മൾ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് ഓരോ ആക്ടിവിറ്റീസും സ്വയമേ ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. അവർ ഓരോ ആക്ടിവിറ്റീസ് അവർ സ്വയമേ ചെയ്താണ് അവരെന്ത് ചെയ്യുന്നത്, അത് പഠിക്കുന്നത്. ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റർഫിയർ ചെയ്താൽ മതി. നമ്മൾ സൂപ്പർവൈസേഴ്സ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ മെന്റേഴ്സ്. നമ്മൾ എങ്ങനെയാണ് സൂപ്പർവൈസേഴ്സ്, അവർ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അവർക്ക് നമ്മുടെ ഹെൽപ്പ് വേണം എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളോട് കുറച്ചു നേരം നോക്കി നിൽക്കും, അല്ലെങ്കിൽ നമ്മളോട് മുഖത്തോട് നോക്കി നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തോ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവരെ വഴക്കൊന്നും പറയരുത്, ഇത് ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വഴക്കൊന്നും പറയാൻ പാടില്ല. എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുക്കാം. ദെൻ അവരോട് പറയാം അതൊന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. കുട്ടീനെ വഴക്ക് പറയരുത്. നമ്മൾ പറഞ്ഞില്ലേ നോ പണിഷ്മെന്റ്. നമ്മുടെ കുട്ടികൾക്ക് എന്ത് വേണ്ട, റിവാർഡും വേണ്ട, പണിഷ്മെന്റും കൊടുക്കരുത്. ഓക്കെ. At Casa di Barbary, the prepared environment give the children what their home lacked. നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് സ്കൂളാണ് കാസ ദി ബാർബറി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു എൻവയോൺമെന്റ് എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. ആ സമയത്ത് അവർ വീട്ടില് എന്താണോ കുറവുണ്ടായിരുന്നത്, അവർക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല, അവർക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടായിരുന്നില്ല, അവർ വീട്ടിലുണ്ടായിരുന്നില്ല. അവർക്ക് ആ വീട്ടിൽ എന്താണോ ലാക്കായിട്ടുണ്ടായിരുന്നത് അതായിരുന്നു നമ്മൾ എവിടെ പ്രിപ്പയർ ചെയ്തത്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രിപ്പയർ ചെയ്തത്. മോണ്ടിസോറി ഹാഡ് great respect for their pupils and continuously learning from them. അപ്പൊ മോണ്ടിസോറിക്ക് കുട്ടികളോട് നല്ല റെസ്പെക്ട് ആയിരുന്നു. കുട്ടികളോട് നല്ല റെസ്പെക്ട് ആയിരുന്നു. അതേപോലെ തന്നെ കുട്ടികളിൽ നിന്നാണ് മോണ്ടിസോറി ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്തത് അല്ലെ. നമ്മൾ എത്ര ഡിസ്കവറീസ് നോക്കി, അതെല്ലാം കുട്ടികളിൽ നടന്ന ഓരോ ഇൻസിഡന്റ്, ഓരോ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളുടെ മോണ്ടിസോറിയുടെ ഇന്ന് കാണുന്ന എല്ലാ ഡിസ്കവറീസും പ്രിൻസിപ്പിൾസിന്റെ ഒക്കെ എന്താണ് ഉത്ഭവം എന്ന് പറയുന്നത്. ഈ കുട്ടികളിൽ നിന്ന് മോണ്ടിസോറി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ഡിസ്കവറീസ് ആണ് പിന്നീട് നമ്മുടെ മോണ്ടിസോറിയുടെ എന്താ പറയുക മൈൽ സ്റ്റോൺ ആയിട്ട് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിൽ തന്നെ ഇമ്പോർട്ടന്റ് പില്ലേഴ്സ് ആയിട്ട് മാറിയത്. They were
free to explore their environment and to pick and choose those things which they wanted to work with, thus fostering independence. അപ്പം നമ്മൾ അവരെന്ത് ചെയ്തു, ഫ്രീ ടു എക്സ്പ്ലോർ, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള, അവരുടെ ന്യൂ എൻവയോൺമെന്റിൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്തു, കുട്ടികൾക്ക് കൊടുത്തു. അവർക്ക് എന്ത് കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം, അവർക്ക് ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നുള്ള ഫ്രീഡം, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും. ഇൻഡിപെൻഡൻസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം എന്ത് ചെയ്തു, നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഷീ മെയ്ഡ് മെനി ഓഫ് ഹെർ ഓൺ മെറ്റീരിയൽസ്. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മെറ്റീരിയൽസ്, മോണ്ടിസോറി മെറ്റീരിയൽസ്, ഒരുപാട് മോണ്ടിസോറി തന്നെ ബിൽഡ് ചെയ്ത മെറ്റീരിയൽസ് ആണ്. നമ്മള് കുട്ടികൾക്ക് എന്താ പറയാ, ഡിഫറൻസ് ടച്ച് ചെയ്ത് നോക്കി, സെൻസറി ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ടച്ച് ചെയ്ത് നോക്കി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടച്ചിങ് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ സെയിം ആയിട്ട് തോന്നും, പക്ഷെ ഇന്റർലി ഇങ്ങനെയാണ്, അത് ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരുപാട് മെറ്റീരിയൽസ്, ബട്ടണിങ് ഫ്രെയിംസ്, അതേപോലെ ടച്ചിങ് ടാബ്ലറ്റ്സ്, മൂവിങ് ആൽഫബറ്റ്സ്, കാർഡ്സ്, ആൽഫബറ്റ്സ് കാർഡ്സ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് മോണ്ടിസോറി തന്നെ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. വാസ് കണ്ടിന്യൂലി എക്സ്പീരിമെന്റിങ്. അത് നമ്മൾ കുട്ടികളെ എക്സ്പീരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നു. മോഡിഫൈങ്, ടൈം ടു ടൈം അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു, കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബട്ടറിംഗ് ഫ്രെയിം ഒക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് ഫ്രെയിംസിൽ ബട്ടറിംഗ് ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ 8 എണ്ണം ഉണ്ട്, 8 ഫ്രെയിംസുകളുണ്ട് മോണ്ടിസോറിയിൽ. അപ്പൊ 8 ഫ്രെയിമുകൾ ആഡ് ചെയ്തു. അങ്ങനെ ഓരോ മെറ്റീരിയൽസിലും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അഡാപ്റ്റിംഗ് തിങ്സ് ആർ നീഡഡ് ടു അക്രോസ്. ഓരോ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പുതുതായിട്ട് ഓരോ മെറ്റീരിയൽസ് വരുന്നു. പുതുതായിട്ടല്ല, ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽസിലേക്ക് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇനി ദ വർക്ക് അറ്റ് സാൻ ലൊറൻസോ വിത്ത് ദ സ്ലംസ് കിഡ്സ് വാസ് ദ മെത്തേഡ് ഓഫ് മോണ്ടിസോറി വെരി ഫേമസ് എമംഗ് ദ പാരന്റ്സ്. നമ്മള് ഈ സാൻ ലൊറൻസോയില് സ്ലംസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ആ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ആ കുട്ടികളിൽ വന്ന മാറ്റം അവരുടെ പാരന്റ്സിന്റെ മൈൻഡിൽ ഒരു ഭയങ്കര മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറിനെ അതുവരെ ഫേമസ് ആക്കി എന്ന് പറയണേ. ഇത് എന്തിന് കാരണമായി? എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ്, മോണ്ടിസോറി ട്രെയിനിങ് കോഴ്സ് 1909 അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതൊരു കാരണമായി. എന്നാണ് സാൻ ലൊറൻസോയില് നമ്മള് കാസ ദി ബാബിനി എന്ന് പറയുന്ന മീനിങ്സ് ഓഫ് ദ ഹൗസ് ഓഫ് ചിൽഡ്രൻസ് സ്റ്റാർട്ട് ചെയ്തത്? എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? കാസ ദി ബാബിനി 97. 1907. ഓക്കെ, ആരാണ് ഇപ്പൊ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്? എന്തോ മാം? മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നില്ലേടാ, അതാരാണ്? ആരെങ്കിലും കണ്ടത്? അത് സുരഭി അറിയാതെ ആയിപ്പോയാന്ന് തോന്നുന്നു മാം. കുറെ സ്മൈലീസ്. ഓക്കേടാ മാം, അപർണ മാം, ഞാനാണെങ്കിൽ ഇന്നലെ എന്റെ ട്രെയിനിങ്ങിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ മാം, നമ്മളാണെങ്കിൽ ആദ്യമേ നമ്മൾ ഈ കുട്ടികളുടെ അടുത്തിട്ട് ഇങ്ങനെ സ്നേഹത്തോടൊക്കെ പെരുമാറി, അങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് നമ്മളെ പേടിയില്ലാതെ വരും, അങ്ങനെ തോന്നി. ആണോ? എടാ, അത് സ്നേഹത്തോട് പെരുമാറാം, അല്ല നമ്മള് മോൻ എക്സ്പീരിയൻസ് ആണോ കഴിഞ്ഞ ദിവസത്തെ? അല്ല, മോൻ ട്രെയിനിങ്ങിന് വേണ്ടി പോയപ്പോഴത്തെ? ട്രെയിനിങ്ങിന് വേണ്ടി പോയപ്പോ അവര് ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവരുടെ പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡിലായി ആക്ഷൻ സോങ്ങും പാട്ടും അതും നമുക്ക് നമ്മുടെ അടുത്ത് ചെയ്യാനൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാൻ ഫ്രീ ആകുമ്പം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അവരെ എല്ലാം പഠിപ്പിക്കുക എന്നുള്ളതും മാത്രമാ. പിന്നെ എപ്പോഴും അവർക്ക് പക്ഷെ വെള്ളമൊക്കെ പ്ലീസ് ഓപ്പൺ പ്ലീസ് ഓപ്പൺ, പക്ഷെ ആ മെത്തേഡിൽ പഠിപ്പിച്ചായിരുന്നു അവർക്ക് അതിന്റെ ആവശ്യം വരത്തില്ലായിരിക്കും. അത് ശരിയാണ്. മോണ്ടിസോറി സ്കൂളിലായിരുന്നു ട്രെയിനിങ്ങിന് പോയിരുന്നെങ്കിലും മോനെ അത് അത്രയും അഫക്ട് ചെയ്യില്ലായിരുന്നു. കാരണം കുറെ കാര്യങ്ങളുണ്ട്. എന്താ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോ കാര്യങ്ങൾ അവർ തന്നെ ചെയ്ത് ശീലിപ്പിക്കണം ചെറുപ്പം മുതലേ. ഏത് സെഷൻ ആയിരുന്നു അത്? KG ആയിരുന്നു? LKG ആയിരുന്നു? സ്റ്റാൻഡേർഡ് വരെ ഫസ്റ്റ് B അങ്ങനെ 6 ക്ലാസ് തന്നായിരുന്നു. എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരുന്നു?
മിക്ക കുട്ടികൾക്കും അറിയാമെങ്കിലും അവർ നമ്മുടെ അടുത്ത് വന്ന് ഓപ്പൺ മിസ് പ്ലീസ് ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു സാറുണ്ട്, അപ്പൊ ഈ കുട്ടികളാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ആൻസർ ഒക്കെ സാർ ഡിസിപ്ലിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ അവിടെ മറ്റുള്ള മിസ്സിനെയൊക്കെ വഴക്ക് പറയും. നമ്മൾ ട്രെയിൻ ചെയ്യാണ്ട് നമ്മളെ അങ്ങനെയൊന്നും പറയത്തില്ല. അങ്ങനെ അവർക്ക് പിന്നെ അതുപോലെ തന്നെ ബസ്സിൽ കയറുമ്പോഴേ കുട്ടികളെ വടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവിടെ വടിയൊന്നുമില്ല, എന്തോ ഒരു പിന്നെന്തോ അങ്ങനെ ഇംഗ്ലീഷ് മാത്രമാ. എനിക്കാണെങ്കിൽ കൊള്ളാം, എന്നാലും അങ്ങനെ അങ്ങോട്ട് അതായില്ല. ഞാനങ്ങ് തീർന്നാ മതി എന്നും പറഞ്ഞിരുന്നതാ ആണോ? അവിടുത്തെ. ഇനി വേറെ സ്കൂളിൽ പോയി നോക്കണമെന്ന് വിചാരിക്കുന്ന. ഇവിടെ ആണെങ്കിൽ ഭയങ്കര CBSE സ്കൂളിലാണോ പോയത്? ഒരു ഇന്റർനാഷണൽ സ്കൂളായിരുന്നു അത്. ഓക്കെ. അത് നമ്മളിപ്പോഴും മാറാത്തതായിട്ട് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ നോർമൽ സ്കൂളുകളിൽ ഇന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല. നമ്മളുടെ എന്താ പറയുക, മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്ത് കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കാം, ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കാൻ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അത് ആ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ്, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്. പ്ലേ ക്ലാസ്സിലാണെങ്കിൽ അവിടുത്തെ മിസ് ജനലും വാതിലും എല്ലാം കിടത്തിട്ടിട്ട് അവരെ കിടത്തി ഉറക്കുമായിരുന്നു ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ വിചാരിച്ച് നമുക്കൊന്നും നമ്മളിങ്ങി വരുമല്ലേ, അപ്പൊ പിന്നെ പറയണ്ടെന്ന് അവർ അടച്ചിട്ടിട്ട് കുട്ടികൾ പുറത്തോട്ട് ഓടുക. അതുകൊണ്ടായിരിക്കും എന്നേ അവർക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയോ അങ്ങനെയൊന്നും അല്ല, അവരെ ഉറക്കുക. എയർ സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വേണ്ടേ? അതാ മാം. ഞാൻ പിന്നെ ഇങ്ങ് വരുവായോണ്ട് അവിടുത്തെ മിസ്സുമാരും അത് സമയത്തൊക്കെ പറയുന്നുണ്ട് ഈ പ്ലേ ക്ലാസ്സിൽ എന്തുവാന്ന്. പിന്നെ നമ്മുടെ മോണ്ടിസോറി സ്കൂൾ അല്ല, സ്റ്റിൽ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും ഞാൻ അവിടെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കുറെ മെറ്റീരിയൽസ് ഉണ്ടാക്കി, എടുക്ക ഡിസ്പാറിൽ എല്ലാം ഇവിടെ ആവശ്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പിങ്ക് ടവറും ക്യൂബ്സ്, മറ്റേതും സിലിണ്ടർ മറ്റേ ക്യൂബ് ഇല്ലേ മാം, അതും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഫ്രീ ടൈംസിലൊക്കെ പിള്ളേർക്ക് കളിക്കാൻ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ഓരോ സ്കൂളുകളുടെ നേച്ചറാണ്. മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട് അവിടെ. മോണ്ടിസോറി ക്ലാസ് റൂം അല്ല മാം, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഫ്രീ ടൈമിലൊക്കെ അവർ രാവിലെ എത്തിയപാട് എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ്, ക്ലാസ് തുടങ്ങുന്ന സ്റ്റാർട്ട് ആകുന്നവരെ എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കും. അവരതും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നല്ലതാണല്ലോ. ഇവിടെ കളിയൊന്നുമില്ല മാം. ഫ്രീ പീരീഡ് കിട്ടിയാല് കൈ വെച്ചിട്ട് അതിനകത്ത് കിടന്ന് ഡിസിപ്ലിൻ ആയിട്ട് കിടന്നോണം, അങ്ങനെയാ. പിന്നെ പ്ലേ ക്ലാസ്സിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് പോണ്ട വന്നില്ല, അതുകൊണ്ട് കൂടുതൽ അറിയത്തില്ല. ഞാൻ നോക്കുമ്പോഴൊക്കെ അവർ ഉറങ്ങുമായിരിക്കും, തിന്നുക ഉറങ്ങുക തിന്നുക. ശരിക്കും ആ ടൈമിൽ നമുക്കറിയാലോ, ഒരു എന്താ പറയാ 2.5 years മുതൽ നമുക്ക് ഈ മെറ്റീരിയൽസ് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. മോണ്ടിസോറി മെറ്റീരിയൽസ് 2.5 year മുതൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് 3 to 6 years എന്ന് നമ്മൾ പറയണെങ്കിലും 2.5 year പ്ലേ ക്ലാസ്സിലൊക്കെ ആ ഒരു ഏജ് ആയിരിക്കില്ലേ, 2 to അല്ലെ? 2 years മുതൽ നമുക്ക് ഈ ചെറിയ മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങേണ്ട പ്രായമാണ്. ശരിക്കും ആ ഒരു ഏജിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റും മെന്റൽ ഡെവലപ്മെന്റും അതേപോലെ ഇമോഷൻ ഡെവലപ്മെന്റ് കുറച്ചും കൂടി നന്നാവും, ഇംപ്രൂവ് ചെയ്യും. ഫൈൻ മോട്ടോർ സ്കിൽസും ഇംപ്രൂവ് ചെയ്യും. നമുക്കത് അവരോട് അതങ്ങനെ പറയാനും പറ്റൂല അല്ല റോഷ്നി. ഞാൻ പ്ലേ സെക്ഷനിൽ ഞാൻ ഒരിക്കൽ കയറിയായിരുന്നു. അവിടെ നോക്കുമ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ കാർഡ്സ് ഒക്കെ കുട്ടികളെ കയ്യിലുണ്ട്. ആണോ? സീലിന്റെ സാൻഡ് പേപ്പർ കാർഡ്, ലെറ്റർ കാർഡൊക്കെ ഉണ്ട് അവരുടെ കയ്യില്. അപ്പൊ അവര് അതിൽ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആണല്ലേ? അത് നല്ലൊരു ഇതായിരുന്നു. 2 സ്കൂള് നമ്മളിപ്പോ കണ്ടാല് 2 പേരുടെ എക്സ്പീരിയൻസ് ആണ് കണ്ടത്. ഓക്കെ അമൃത, അപ്പൊ നിങ്ങള് മോണ്ടിസോറി ഇപ്പൊ ഞാൻ എടുത്ത ചാപ്റ്റർ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നോ? മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ കാണുന്ന? യെസ് മാം. റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ട്. അപ്പൊ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ വരെ കേട്ടിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഞാൻ എടുത്തു പോയതാണ്. നമുക്ക് ടൈമും ലിമിറ്റഡ് ആണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ 2 പേരുടെ എക്സ്പീരിയൻസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, റോഷ്നി ഇതേപോലെ ഒരു സ്കൂളിൽ പോവാൻ നോക്കുക കേട്ടോ. യെസ് മാം. അതുപോലെ നമുക്ക് ഇനി ജോബ് ആയാലും ഇങ്ങനത്തെ സ്കൂളിലല്ലേ പോകുന്നത്, അതുകൊണ്ടാ ഞാൻ അത് അവിടെ തന്നെ പോയത് കേട്ടോ മാം. പിന്നെ കാരണം അവിടുത്തെ മിസ്സാർക്കെല്ലാം ഇതേ അഭിപ്രായം ഉണ്ട്. അവരെന്തോ പറയുന്നില്ലെന്നായിരിക്കും, തമ്മി പറയുന്നുണ്ട്. എന്റെ അടുത്തും പറഞ്ഞു, അവന്റെ കാറ്റ് വിളിച്ചൊന്നും കേറുന്നില്ല പ്ലേയില്, അങ്ങനെ പറഞ്ഞു. എനിക്കാണെങ്കിൽ പേഴ്സണലായിട്ട് അറിയാവുന്നേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതുമില്ല. ഞാൻ ഇനി വേറെ സ്കൂളിൽ പോത്തേ ഉള്ളൂ. ഓക്കേടാ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ മോണ്ടിസോറി ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് എന്നാ സ്റ്റാർട്ട് ചെയ്തത്? 1909 സ്റ്റാർട്ട് ചെയ്തത്. Seeing the people's interest in her philosophy and her education gathered momentum, she decided to set aside
the rest of her life to spread the word of മോണ്ടിസോറി മെത്തേഡ്. അപ്പോ മോണ്ടിസോറിയുടെ ഫിലോസഫിയിൽ ഒരുപാട് പീപ്പിൾസ് എന്താണ് ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നതും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ ശരിക്കും വേണ്ടേ. ഇപ്പൊ റോഷന് പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു മെത്തേഡ് സ്പ്രെഡ് ചെയ്യാനായിട്ട് മോണ്ടിസോറി എന്ത് ചെയ്തു, മോണ്ടിസോറി ഫുൾ ലൈഫ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ത്രൂ ലെക്ചേഴ്സ്, ടീച്ചിങ് ട്രെയിനിങ് കോഴ്സ് അറൌണ്ട് ദ വേൾഡ്. അപ്പൊ ലെക്ചേഴ്സിലൂടെയും ടീച്ചിങ് ട്രെയിനിങ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ വേൾഡ് അറൌണ്ട് ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. ആസ് എ റിസൾട്ട് പ്രൈവറ്റ് സ്കൂൾ സ്റ്റാർട്ടഡ് ബീങ് എസ്റ്റാബ്ലിഷ് ഇൻ യൂറോപ്പ് ആൻഡ് USA. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മോണ്ടിസോറി പ്രൈവറ്റ് സ്കൂളുകൾ യൂറോപ്പിലും അതേപോലെ തന്നെ US-ലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. Many countries formally adopted method in their school system and Montessori society came into being throughout the world. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മോണ്ടിസോറി മെത്തേഡിന്റെ സ്പ്രെഡ് എല്ലായിടത്തും ഡിഫറെന്റ് കൺട്രീസിലും ഇന്നത് ഉണ്ട്. വേൾഡ് വൈഡ് എല്ലായിടത്തും മോണ്ടിസോറി മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചിങ് ട്രെയിനിങ് ക്ലാസ് വാസ് ഹെൽഡ് ഇൻ 1930. ഇതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചിങ് ട്രെയിനിങ് ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്തത് 1930-ലാണ്. ആൻഡ് ഓൾസോ ബൈ 1930 the interest in her method was at the pinnacle that there were about thousands of Montessori school in US. അപ്പൊ എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഈ ഒരു മെത്തേഡിൽ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ USA-ല് ഒരു 100 മോണ്ടിസോറി സ്കൂളുകൾ തന്നെ ഉണ്ടായിരുന്നു 1930-ലൊക്കെ. 1930 കാലഘട്ടത്തിൽ അത്രയും സ്കൂളുകൾ ഉണ്ടായിരുന്നു. Dr. Montessori was invited by White House and made a speech to full capacity crowded at Carnegie Hall. അപ്പോൾ ആ ഒരു ഹാളില് എന്ത് ചെയ്തു, ഒരു മോണ്ടിസോറി ഇൻവൈറ്റ് ചെയ്തു, വൈറ്റ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു സ്പീച്ച് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. In 1915 she demonstrated in the class. By 1960 the interest in the method decreased owing to different educational philosophies in US. അപ്പൊ ഈ ഒരു മെത്തേഡ് 1960 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തു. ഈ മെത്തേഡിലുള്ള ഇൻട്രസ്റ്റ് കുറച്ച് ആളുകളിൽ അല്ലെ USA-ൽ എന്താണ് കമ്പാരിറ്റീവ്ലി കുറയാനായിട്ട് തുടങ്ങി. ആൻഡ് ഇൻഎബിലിറ്റി ടു അക്സെപ്റ്റ് ചേഞ്ചസ്, അത് ഒരുപാട് പേര് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എന്താണ്, നമ്മുടെ മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് കുട്ടികളെ ടീച്ച് ചെയ്യുന്നത്. അന്ന് ഒരുപാട് റിജക്ഷനും കാര്യങ്ങളും ആര് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോണ്ടിസോറി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്, അവർ എഴുതാനും വായിക്കാനും കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ അല്ലെങ്കിൽ എന്താ പറയാ ടോയ്സ് യൂസ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റിജക്ഷൻസ് ആർക്ക് നേരെ ഉണ്ടായിരുന്നു, മോണ്ടിസോറിക്ക് നേരെ അന്ന് മോണ്ടിസോറി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ 1980 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ മോണ്ടിസോറി ലെഫ്റ്റ് US. അപ്പോ 1980 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, USA എന്നൊക്കെ ലെഫ്റ്റ് ചെയ്തു. ബിറ്റ്വീൻ 1940 ആൻഡ് 1935 the Montessori method progressed in Europe. 1940-35-ലൊക്കെ മോണ്ടിസോറി മെത്തേഡ് യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് എന്ത് കിട്ടി, ഒരു വെൽക്കമിങ്, ആ ഒരു മെത്തേഡ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഷീ എൻജോയ്ഡ് ദ സപ്പോർട്ട് ഫ്രം ക്യൂൻ മാർഗ്രിറ്റ ഓഫ് ഇറ്റലി. അപ്പൊ ക്യൂൻ മാർഗ്രിറ്റന്ന് നല്ലൊരു രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിഗ്മണ്ട് ആൻഡ് അന്ന ഫ്രെഡ്, ഗാന്ധിജി, പെക്മെറ്റ് ആൻഡ് ലേറ്റർ മുസോളി, ഇവരിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എന്ത് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മോണ്ടിസോറി മെത്തേഡിന്. അവരെല്ലാവരും കൂടെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്താണ് ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീ എസ്റ്റാബ്ലിഷ് ദ അസോസിയേഷൻ. ആ ഒരു എ ക്യാപിറ്റൽ ലെറ്റർ ആക്കണം കേട്ടോ, ഇവിടുത്തെ ഈ ഒരു എ ഇല്ലേ അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം കേട്ടോ. അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ, അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ ആണ് കേട്ടോ. അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ, AMI-യുടെ ഫുൾ ഫോം ആണ് അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽസ് ഇൻ സൗത്ത് അമേരിക്ക ഇൻ 1929. അപ്പൊ സൗത്ത് അമേരിക്കയില് 1929 ആയപ്പോഴേക്കും അസോസിയേഷൻ ഓഫ് മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു കേട്ടോ. അതങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്തേക്ക്.
നോക്കിയോ നിങ്ങൾ അസോസിയേഷൻ കറക്റ്റ് ചെയ്തോ? കറക്റ്റ് ചെയ്തു. Hitler and Mussolini were also attracted to Montessori method. ഈ ഒരു മെത്തേഡിലേക്ക് ഹിറ്റ്ലറും അതേപോലെ തന്നെ മുസോളിനിയും അട്രാക്റ്റഡ് ആയി. ബട്ട് by 1934, Mussolini became the president of Montessori Society of Italy. ഇറ്റലിയുടെ പ്രസിഡന്റ് ആയിട്ട് ആര് മുസോളിനി പ്രസിഡന്റ് ആയി. And a clash of opinion developed between Dr. Montessori and Mussolini leaders. അവർ തമ്മിലൊരു ഒപ്പീനിയനിൽ ഒരു ക്ലാഷ് വന്നു, ഒരു ചെറിയ ഒരു തർക്കം വന്നു. By 1935, the method was banned in Germany by Nazi police. അപ്പോ ഹിറ്റ്ലർ ഭരണത്തിലേക്ക് വന്നതിന് ശേഷം എന്ത് ചെയ്തു? 1935 ആയപ്പോഴേക്കും ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തു? ജർമ്മനിയിൽ അത് ബാൻ ചെയ്തു. ആൻഡ് ബൈ 1939 the schools in Italy had also closed. ഇറ്റലിയിലുള്ള എല്ലാ സ്കൂളുകളും മോണ്ടിസോറി സ്കൂളുകളും എന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്തതായിട്ട് വന്നു. അങ്ങനെ it was in 1939 ഇന്ത്യയിലേക്ക് ആര് വന്നു? മോണ്ടിസോറി വന്നു. That Montessori came to India to set up a training center and begin a course. നമ്മള് ഇന്ത്യയിലേക്ക് മോണ്ടിസോറി വരികയും ഒരു ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ടൈമില് 7 വർഷത്തോളം മോണ്ടിസോറി ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം എന്താണ്, ഒത്തിരി നാള് നമ്മുടെ ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. വേൾഡ് വാർ 2 നടക്കുന്ന ടൈമായിരുന്നു. അപ്പോ പോവാനായിട്ട് മോണ്ടിസോറിക്ക് പറ്റില്ല, തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. She spent the war years intended in India as an Italian national ആയിട്ട് തന്നെ ഇന്ത്യയിൽ കഴിയേണ്ടതായിട്ട് വന്നു. She wrote several books in which the central element were the care of infant. കുട്ടികളുടെ കെയറിനെ കുറിച്ചിട്ടും ഒരുപാട് ബുക്കുകൾ നമ്മൾ നേരത്തെ റീഡ് ചെയ്തില്ലേ, ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഫോർമുലേറ്റഡ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ദിസ് വുഡ് എൻഷുർ എ പീസ് ത്രൂ മോറൽ റീഫോം. ഇത് എന്താ എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ ഒരു സമാധാനം അല്ലെങ്കിൽ പീസ് എങ്ങനെ നമുക്ക് ഈ ഒരു റീഫോമിലൂടെ മാത്രമാണ് നമുക്ക് വേൾഡ് വൈഡ് പീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആര് ഉറച്ചു വിശ്വസിച്ചിരുന്നു? മോണ്ടിസോറി ഉറച്ചു വിശ്വസിച്ചിരുന്നു. Her talks in India were compiled into many books and published under her name. മോണ്ടിസോറി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ബുക്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറിയുടെ ബുക്കുകളായിട്ട് ഒരുപാട് എന്താണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. In 1947, she invited back to Italy to restart the movement. തിരിച്ച് ഇറ്റലിയിലേക്ക് 1947 ആയപ്പോഴേക്കും തിരിച്ച് ഇറ്റലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ആ ഒരു മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. That year she made her last visit to the India also. 1947 ലാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ മോണ്ടിസോറി വിസിറ്റ് ചെയ്ത്. In 1949, the 8th International Montessori Congress was held in Italy. ഇറ്റലിയില് 1949 8th International Montessori Conference എന്ത് ചെയ്തു? ഹെൽഡ് ചെയ്തു എന്നാ പറയുന്നത്. ആഫ്റ്റർവേർഡ് ഒരുപാട് ഹോണേഴ്സ് കാര്യങ്ങളൊക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? മോണ്ടിസോറിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയാ, ഇത് നാസിസം ഫാസിസത്തിന്റെ ഒരു ആൾക്കാരല്ലേ ഹിറ്റ്ലർ മുസോളിനൊക്കെ? എന്താണ് ഹിറ്റ്ലറും മുസോളിനൊക്കെ നമ്മുടെ നാസിസം ഫാസിസം? അതെ, നാസി. ആദ്യം അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അവരത് എതിർത്തു എന്ന് പറയാം. അവര് തമ്മിൽ ലീഡേഴ്സ് തമ്മിലൊരു ക്ലാഷ് വന്നപ്പോ നമ്മുടെ ഈ ഒരു മോണ്ടിസോറിയുടെ പോയിന്റ് ഓഫ് വ്യൂവും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിയല്ലേ, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പോ അത് നാസി പോലീസ് എന്ത് ചെയ്തു? ഇത് ഫുള്ളായിട്ട് മോണ്ടിസോറി മെത്തേഡ് ബാൻ ചെയ്തു 1939 ഒക്കെ ആയപ്പോഴേക്കും. പിന്നെ മോണ്ടിസോറി ഇന്ത്യയിലേക്ക് വന്നത് ഒരു വാർ പീരീഡ്, സെക്കൻഡ് വാറിന്റെ പീരീഡ് ഫുള്ളും മോണ്ടിസോറി ഇന്ത്യയിലാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ വാർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് 1949 മോണ്ടിസോറി തിരിച്ച് ഇറ്റലിയിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. ആ സമയമായപ്പോഴേക്കും നാസി അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ഒക്കെ ഒരു അവസാനം ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ മോണ്ടിസോറിയുടെ മെത്തേഡ് വീണ്ടും റീ എക്സ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ അല്ലേ? ഒരു ടൈം പീരീഡ് ആണ്, ഒരു ഫ്ലോ ആണത്. ഒരു മിനിറ്റ്. ഒരുപാട് അംഗീകാരങ്ങള് മോണ്ടിസോറിക്ക് കിട്ടിയിട്ടുണ്ട്. നോബൽ പ്രൈസിൽ 3 പ്രാവശ്യം നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്,
ഇറ്റലിയിൽ യുനെസ്കോ കോൺഫറൻസിൽ ഭാഗമായിട്ടുണ്ട് മോണ്ടിസോറി 1951 ലാസ്റ്റ് എന്ന് വെച്ചാൽ 9th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഫറൻസ് ഹെൽഡ് ചെയ്തത്. ദെൻ പിന്നെ ട്രെയിനിങ് കോഴ്സുകൾ ഓസ്ട്രേലിയയിലും അതേപോലെ തന്നെ റോമിലൊക്കെ ട്രെയിനിങ് കോഴ്സുകളും ലെക്ചേഴ്സ് ഒക്കെ മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1952 മെയ് 6 മോണ്ടിസോറി 82ാമത്തെ വയസ്സിൽ നമ്മളെ വിട്ട് പോയത്. മരണ കാരണം സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു. മോണ്ടിസോറിയുടെ മകൻ മരിയോ മോണ്ടിസോറി ആണ് പിന്നീട് നമ്മൾ ഈ ഒരു മെത്തേഡിനെ കൂടുതലായിട്ട് നമ്മളിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ആമസ്റ്റണിലുള്ള മോണ്ടിസോറിയുടെ വീട് ഇന്നും അത് എന്താണ് ഇതിന് മോണ്ടിസോറിയുടെ ഒരു മെമ്മോറിയൽ ആയിട്ട് തന്നെ മകൻ എന്ത് ചെയ്യുന്നുണ്ട്, മകനും അവർ ആ ഒരു ജനറേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. മോണ്ടിസോറിയുടെ മെമ്മോറിയൽ ആയിട്ട് തന്നെ ആ ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട മകൻ റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് അറിയാവുന്നത്. ചില കാര്യങ്ങൾ ഇയേഴ്സ് ആണ് അല്ലെ, ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതലും ഇയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അത് നമ്മള് നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, ഇയേഴ്സ് ഒക്കെ എക്സാമിന് വരുമായിരിക്കും അല്ലേ മാം? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം ഈ ചാപ്റ്ററിൽ നിന്ന്. ഡിസ്കവറീസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറയുമ്പോൾ കാണാപ്പാഠം പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡിസ്കവറീസ് ഫുള്ളും നമ്മളത് എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി വെച്ചാൽ മതി. ചില ഇയേഴ്സ് ഒക്കെ നോട്ട് ചെയ്യേണ്ടത് ഞാൻ തരാം, ക്വസ്റ്റ്യൻ തരാം കേട്ടോ. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാക്സിമം തരാൻ നോക്കുക ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫും കൂടെ ആരെങ്കിലും വായിക്കോ? ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കോ? വായിച്ചോ റോഷ്നി. Afterwards, many hours were to be bestowed upon her. She lived to see her educational methods being accepted all around the world. She was nominated for the Nobel Prize 3 times and was a delegate to the UNESCO conference in the Florence, Italy, 1950. She attended the 9th International Montessori Congress in London in 1951, a training course in Australia, and lectures in Rome. She died of a cerebral hemorrhage in May 6, 1952, at the age of 82. Her son Mario and his children carried on the legacy of her work. Her home at Amsterdam was maintained as a memorial to her dedicated work and was run by her son. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് മോണ്ടിസോറി വേർഡ്സ് ആഫ്റ്റർ വർക്ക്സ് ആഫ്റ്റർ ദ വേർഡ്സ് ഒന്ന് റീഡ് ചെയ്യോ? എല്ലാവരും റീഡ് ചെയ്യണം കേട്ടോ.
ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ മെറ്റീരിയൽസ് എവിടെ വരെ ചെയ്തു എന്ന് പറയാമോ? ലാസ്റ്റ് ചെയ്ത മെറ്റീരിയൽ ഏതാന്ന് പറയാമോ? ടീച്ചിങ് ഏത് മെറ്റീരിയൽസ്? മാം പറഞ്ഞത് ബീച്ച് സ്റ്റെയർ പ്രിപ്പറേഷൻ പറഞ്ഞിരുന്നു. ബീച്ച് സ്റ്റെയർ അല്ലേ ചെയ്തോ? അത് ഇല്ല, ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. എന്തൊക്കെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് ഡേറ്റ്? അപ്പോ ബീച്ച് സ്റ്റെയർ ചെയ്യാനുണ്ടല്ലേ? അത് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യോ? നെക്സ്റ്റ് ഫ്രൈഡേ ചെയ്യും ബീച്ച് സ്റ്റെയർ കേട്ടാ. അനിമൽസ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിളിന്റെ ചാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാം, നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടും അല്ലേ ചെയ്തിട്ടുള്ളൂ. അത്രയും ചെയ്തിട്ടുള്ളൂ അല്ലെ? നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടും സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫ്രെയിം ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഫ്രെയിം ചെയ്തിരുന്നു. ചെയ്തിരുന്നോ? ബട്ടൺ ഫ്രെയിം, നെറ്റ് ഫ്രെയിം. പിങ്ക് ടവർ ചെയ്തു മാം. കളർ ബോക്സ്, കളർ ബ്ലോക്സ് ഫ്രെയിം ചെയ്തു. ഇനി ബീഡ്സ് നമ്മളിപ്പോ ലാസ്റ്റത്തേക്ക് വരാണ്. ബീഡ്സ് ചെയ്യാനുണ്ട് നമുക്ക് കേട്ടോ. ബീഡ്സ് സ്റ്റെയർ ചെയ്യണം. അതേപോലെ ബീഡ്സുകൾ നിങ്ങൾക്ക് കിട്ടാണെങ്കിലല്ലേ, ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് ബീഡ്സ്? ഇല്ല മാം, ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചില്ലേ? ഇമേജ് കിട്ടുമോ നോക്കട്ടെടാ. ഇപ്പൊ പോയി മെറ്റീരിയൽ എടുക്കാന്ന് വെച്ചാൽ ടാസ്ക് ആണ്. അപ്പൊ ഞാനിപ്പൊ തൽക്കാലം ബീഡ്സ് കാണിച്ചു തരാം, കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കുട്ടികള് അഡീഷൻ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കാണിച്ചോ എന്നൊക്കെ അറിയില്ലതേ. ഇതാണ് ഓക്കെ. ബീഡ്സ് കണ്ടോ നിങ്ങള്? ഇതിപ്പോ 4 വരെയുള്ള ബീഡ്സ് ആണ്. റെഡ് എന്ന് പറയുന്നത് 1 എന്നുള്ള ബീഡ്സുകളാണ്. 2 എന്ന് പറയുന്നത് ഗ്രീൻ കളർ, 3 എന്ന് പറയുന്നത് പിങ്ക്, യെല്ലോ, 4. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ബീഡ്സ് നമുക്ക് ചെയ്യാം കേട്ടോ. ബീഡ്സ് വേറെ ഇമേജസ് നോക്കട്ടെ. ബീഡ്സിന്റെ വേറെ ഇമേജ് ഇല്ല. ബീഡ്സ്, ഈ ബീഡ്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഒരു 1 എന്ന് പറയുന്ന പീസ് 10 എണ്ണം എന്ന രീതിയിൽ, 2 എന്ന് പറയുന്നത് വീണ്ടും 10 എണ്ണം. അപ്പൊ സെയിം കളർ തന്നെ വരാൻ നോക്കുക. കുട്ടികൾക്ക് കളർ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണല്ലോ, അതുകൊണ്ടാണ് കളർ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബീഡ്സ് പിന്നെ ബീഡ്സ് സ്റ്റെയർ പറഞ്ഞല്ലേ. ബീഡ്സ് നിങ്ങൾ ടൈം പോലെ പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. പ്രസന്റ് ചെയ്യാനായിട്ട് ഡേറ്റ് പറയുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. ബീഡ്സ് സ്റ്റെയർ കേട്ടോ. എത്ര സ്റ്റെയർ പ്രിപ്പയർ ചെയ്യണം? എത്ര സ്റ്റെയർ പ്രിപ്പയർ ചെയ്യണം? ബീഡ്സ് സ്റ്റെയർ ഞാൻ എത്രണ്ണം പറയാം കേട്ടോ. 10 എണ്ണം പറഞ്ഞിരുന്നു. ബീഡ്സ് സ്റ്റെയർ 10 എണ്ണാണ്. അങ്ങനത്തെ എത്ര ഇത് വേണ്ടി വരും? ഇല്ലടാ, ഒരുപാടില്ല. ആ. നമ്മള് ബീഡ്സ് സ്റ്റെയർ ഒറ്റ സ്റ്റെയർ മതി. ബീഡ്സ് സ്റ്റെയർ ഒരെണ്ണം മതി കേട്ടോ. ഇതാണ് ബീഡ്സ് സ്റ്റെയർ. ഈ സൈഡിൽ കാണുന്നില്ല നിങ്ങൾ? 9 എണ്ണായിരിക്കുള്ളൂ. നമുക്ക് 10 എണ്ണം ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 ഉണ്ടല്ലോ.
ഈ ഒരു ഇമേജ് ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എല്ലാവരും ഞാൻ പിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ ഇമേജ് കിട്ടും. ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കട്ടോ. എടുത്തോ? ഇതിൽ ഈ സൈഡിൽ കാണുന്നതാണ് ബീറ്റ് സ്റ്റെയറുകൾ. കണ്ടോ? സൈഡിൽ കാണുന്നതാണ് ബീറ്റ് സ്റ്റെയറുകൾ. അതേപോലെ ബീറ്റ്സ് ആണ് താഴെ കാണുന്നത്. 1ന്റെ 10 പെയർ ഉണ്ടാവും. 2ന്റെ ആണെങ്കിലും 10 പീസസ് ഉണ്ടാവും. 3യുടെ ബീറ്റ്സ് ആണെങ്കിൽ എത്ര ഉണ്ടാവും? അതും 10 ഉണ്ടാവും. എല്ലാ ബീറ്റ്സുകളും എന്താ 10 പീസസ് ഉണ്ടാവും. പീസ് എന്ന് വെച്ചാൽ 10 ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കുട്ടികൾക്ക് കുറെ കാര്യങ്ങൾ ഈ ബീറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് കൗണ്ടിങ് ആണ് ഇല്ലേ? ബീറ്റ്സ് യൂസ് ചെയ്ത് കൗണ്ടിങ് പഠിപ്പിച്ചൂടെ? 1 ഒരു ബീറ്റ്സ് എടുത്ത് 1, അത് ഒരു കമ്പി പോലെ എന്തൊരു ഇതാണ്, കമ്പി പോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കാനായിട്ട് ക്രാഫ്റ്റിന്റെ ഒക്കെ കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ബീഡ്സ് നിങ്ങൾ മാക്സിമം നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ കളറ് ഈ കളറാണ്, ഏത് റെഡ്, ഗ്രീൻ, പിങ്ക്, യെല്ലോ, ബ്ലൂ, പർപ്പിള്, വൈറ്റ്, ബ്രൗൺ, ബ്ലൂ, അത് ആദ്യം സ്കൈ ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പിന്നെ യെല്ലോ, ആ ഒരു കളറാണ് വരുന്നത്. നിങ്ങൾക്ക് മാക്സിമം ഈ കളർ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബീഡ്സ് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളവരുണ്ടാവുമല്ലോ, പഴയ മുത്തുമാലയൊക്കെ ഉള്ള കുഞ്ഞു കുട്ടികളുടെ വീട്ടില് അമ്മമാർക്ക് ചിലപ്പോൾ ബീഡ്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടായാലും ചെയ്താൽ മതി. നല്ല ഉരുണ്ട ബീഡ്സ് ആവണം, ഒറ്റ കളർ ആയിരിക്കണം. ചെയ്ത് നോക്ക് നിങ്ങള്, ചെയ്യാലോ അത്. ഓക്കെ. പിന്നെ ബീഡ്സ് വെച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞേ, കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും ഇല്ലേ? ഈ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കളർ പഠിപ്പിച്ചൂടെ? അഡീഷൻ പഠിപ്പിച്ചൂടെ? ഇപ്പൊ ഒരു പിങ്കിന്റെ ഒരു സെറ്റ് 3 ബീഡ്സ് എടുക്കാം. 2 എന്ന് വെച്ചാൽ ഗ്രീനിന്റെ ഒരു സെറ്റ് എടുക്കാം. 3 + 2 എന്ന് വെച്ചാൽ നമ്മൾ അവിടെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാം. 1 2 3 + 2 ആണ് 4 5 കൗണ്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് അഡീഷൻ പഠിപ്പിച്ചൂടെ കുട്ടികളെ? ഈക്വൽ ടു ആ ഒരു നമ്പറിന് സെയിം ആയിട്ടുള്ളത് 5 എന്ന് പറയുന്ന ബീഡ്സ് എടുത്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് അഡീഷൻ പഠിപ്പിക്കാനായിട്ട് പറ്റും. അതേപോലെ സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ബീഡ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല. ഈ ബീഡ്സിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഇത് ബീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും നല്ല കുട്ടികളായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒരു 4 5 മെറ്റീരിയലും കൂടി ഉള്ളൂ. നമ്മള് ലാസ്റ്റ് പോർഷനിലേക്കൊക്കെ എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവും. ഓക്കെ, മാം ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഒക്കെ അവിടെ വന്നാണോ അങ്ങനെയല്ലേ? അതെ, ലൈവ് നമുക്ക് ഓൺലൈൻ ആയിട്ട് നമുക്ക് ചെയ്യും പ്രാക്ടിക്കൽസ്. അതേപോലെ നിങ്ങൾക്ക് ലൈവ് പ്രാക്ടിക്കൽസ് ഒരു ദിവസം ഒരു ഡേ നിങ്ങൾക്ക് വന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മാം, അത് എപ്പോഴത്തേക്കാവും? ലാസ്റ്റ് ആവൂ? എക്സാമിന് മുമ്പല്ലേ? എക്സാമിന് മുമ്പാണ്, മെയിൻ എക്സാമിന് മുമ്പായിട്ടാണ് തോന്നുന്നു. മെയിൻ എക്സാമിന് മുമ്പായിട്ടാണ് പ്രാക്ടിക്കൽസ് തന്നെ കേട്ടോ. ഒരു 10 months കഴിയുമ്പോഴേക്കും പ്രതീക്ഷിച്ചു കേട്ടോ. നമ്മൾ കോഴ്സ് എന്നാ സ്റ്റാർട്ട് ചെയ്തത്? ഡിസംബറിൽ. അപ്പൊ ഒക്ടോബർ ഒക്കെ ആവുമ്പോഴേക്കും പ്രതീക്ഷിച്ചോ? ഡിസംബർ 1st ആണോ സ്റ്റാർട്ട് ചെയ്തത്? അല്ലല്ല മാം, മന്ത് എൻഡ് ആയപ്പോഴത്തേക്കാ. ഓക്കെ, അപ്പൊ ജനുവരി എന്ന് വിചാരിക്കാം. ഒരു ഒക്ടോബർ, ഓഗസ്റ്റ്, ഒക്ടോബർ മാസം, സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു മന്ത് ആവുമ്പോഴേക്കും ആവും കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ നമ്മള് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ, മെറ്റീരിയൽസ് എല്ലാം കംപ്ലീറ്റ് ആവണം. നിങ്ങൾ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആണോ? 4 വരെ ആയിട്ടുണ്ട്. അതില് റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് എഴുതിക്കും. കാരണം എക്സാമിന്റെ ടൈമും ഈ വൈവയും കൂടി ഒരുമിച്ചായിരിക്കും വരുന്നത്. എക്സാം കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ വൈവേ സ്റ്റാർട്ട് ചെയ്യും. എക്സാമിന് നമ്മൾ പഠിക്കുകയും വേണം, റെക്കോർഡ് എഴുതാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ്. അപ്പോൾ നമ്മൾ റെക്കോർഡുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. കാരണം പിന്നെ റെക്കോർഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് അപ് ടു ഡേറ്റ് ആയിട്ട് തരുന്ന റെക്കോർഡുകൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സർവേ കണ്ടക്ട് ചെയ്തോ നിങ്ങള്? നോ മാം, ചെയ്തിട്ടില്ല.
അത് സർവേ എന്തായാലും കണ്ടക്ട് ചെയ്യണം. മിനിമം ഒരു 5 സാമ്പിൾസ്. അതിനനുസരിച്ച് സർവേ റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യണം. അതിന് മാർക്ക് ഉണ്ട്. നിങ്ങൾ റെക്കോർഡിന് 100 മാർക്ക് ഉണ്ട്. ഓരോ റെക്കോർഡിനും 20 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അത് വരും. ചിലപ്പോ തിയറി എഴുതി വാങ്ങിച്ചിട്ടുണ്ടാവും മാർക്ക്, ചിലപ്പോ വൈവയുടെ മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? ഈ റെക്കോർഡ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട്, സർവേ കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട്, അസൈൻമെന്റ് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട്, പിന്നെ ഏതാണ് ഈ മെറ്റീരിയൽസിന് എല്ലാത്തിനും അതിൻ്റെതായ മാർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാ മെറ്റീരിയൽസും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സർവേ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് സബ്മിറ്റ് ചെയ്യേണ്ടത്? സർവേ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. സർവേ നിങ്ങൾ കണ്ടക്ട് ചെയ്താൽ മതി. ഒരു 5 സാമ്പിൾസ് കളക്ട് ചെയ്യുക. കുട്ടികളുടെ അടുത്ത് ഫാമിലീസിൽ പോയിട്ട് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ കളക്ട് ചെയ്ത് അതിന്റെ സർവേ റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. റിസർച്ച് ആണല്ലോ, അപ്പൊ അത് സർവേ കണ്ടക്ട് ചെയ്ത് ക്വസ്റ്റ്യനേഴ്സ് തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് ഒരു സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. കയ്യില് സൂക്ഷിച്ചാൽ മതി അല്ലേ മാം? കയ്യിൽ സൂക്ഷിച്ചാൽ മതി. മിസ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സൂക്ഷിച്ചാൽ മതി. ഓക്കെ. കാരണം അതിന് വേറെ മാർക്കാണ്. അസൈൻമെന്റ് നമ്മള് ഡെയിലി നിങ്ങൾക്ക് വീക്ക്ലി അസൈൻമെന്റ് പോകുന്നുണ്ടല്ലോ, അതേപോലെ അല്ല, ഇതിന് സെപ്പറേറ്റ് മാർക്കാണ് വരുന്നത്. അത് മാം ഞാൻ ജിഷ മാമിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അത് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ സബ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചു. മിസ്സിനോടൊന്ന് ചോദിച്ചില്ല, കാരണം മിസ്സാണ് സർവേയുടെ ഡീറ്റെയിൽസ് കൊടുക്കാറ്. എന്റെ അറിവിൽ സബ്മിറ്റ് ചെയ്യാറില്ല എന്നാണ്. അത് നമ്മള് ലാസ്റ്റ് എക്സാമിന് വൈവയുടെ സമയത്താണ് സർവേനെ കുറിച്ച് ചോദിക്കുന്നത്. നിങ്ങൾ സർവേ കണ്ടക്ട് ചെയ്തതിനെ കുറിച്ചിട്ട് ഒരു 2 minutes സംസാരിക്കുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് സർവേ കണ്ടക്ട് ചെയ്തപ്പോൾ, നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളത് ഒരു 2 minutes കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണേ. PG-യിൽ ആരൊക്കെയുണ്ട്? മേ ബി PG-യുടെ ക്ലാസ്സുകൾ ചിലപ്പോ ഒരു 1 month കഴിയുമ്പോഴേക്കും ചിലപ്പോൾ തുടങ്ങും. 1 month കഴിയുമ്പോഴേക്കും തുടങ്ങും കേട്ടോ. ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴേക്കും PG-യുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അത് നമ്മളിപ്പോ മോണ്ടിസോറി എന്തോരം എൻജോയ് ചെയ്താണോ പഠിക്കുന്നത് അതേപോലെ അല്ല PG. ഇത്തിരി ടഫാണ്, അറിയാലോ. PG ആവുമ്പോ ഇത്തിരി ടഫായിരിക്കും എന്നുള്ളത്. ഇത്തിരി ചെറിയ പൊടിക്ക് ടഫ്, അത്ര ഒത്തിരി ഒന്നല്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയാണ്. നല്ല ചാപ്റ്റർ ആണ്, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷെ കണ്ടന്റ് കാണുമ്പോൾ പേടിക്കേണ്ട. ഓക്കെ മാം, ആക്ച്വലി പിങ്ക് ടവർ ഞാൻ ചെയ്ത് പകുതി ആകുമ്പോൾ തന്നെ എന്റെ മോൻ അത് നശിപ്പിച്ച് തുടങ്ങി. അത് ഞാൻ സ്കൂളിലും കൂടെ കൊണ്ടുപോയപ്പോൾ അതിന്റെ കോലം ഇപ്പൊ പിങ്ക് ടവറാന്ന് പറയാൻ പറ്റത്തില്ല. അവസാനം ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്യേണ്ടി വന്നു. ഓർഡർ ചെയ്ത് ഇനി അത് പ്രസന്റ് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ല, പിങ്ക് ടവറിടാ ഓർഡർ ചെയ്യണമെന്നില്ല. നിങ്ങളത് പിങ്ക് ടവർ ഒക്കെ കുട്ടികൾക്ക് കൊടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രാക്ടിക്കലിനൊക്കെ അല്ലെങ്കിൽ പ്രാക്ടീസിന് പോകുമ്പോൾ കൊണ്ടുപോയാലും കുഴപ്പമില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതിയുടെ സമയം. ആണോ? അതിപ്പോ ഇതിന്റെ കോലം അത് ചതുരമൊക്കെ പോയി, അത് വേറെ ഏതൊക്കെയോ രീതിയായി. അതൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നാൽ മതി. ഓക്കെ ഓക്കെ മാം. ഓർഡർ ചെയ്ത് കുഴപ്പമില്ല, മോനെ ചെയ്തോ പഠിക്കാലോ. കുട്ടിക്കത് ഞാനത് ഓർഡർ ചെയ്ത് വന്നു, സാധനം വന്നു. കാരണം അത് ഒരുമാതിരി കുളമായി. അത് ഈ പേപ്പർ ആയതുകൊണ്ടേ മാം അത് പിള്ളേര് പിന്നെ നമ്മൾ പറയുന്ന പോലെ ഇരിക്കില്ലല്ലോ. പിള്ളേർ അതിനെ വേറെ രീതിയിലൊക്കെ എടുത്ത് കൈമാറുന്നേ. ഓക്കെ, പക്ഷെ ഹോട്ടലിൽ ഓർഡർ ചെയ്തത് നന്നായി. ഒത്തിരി പൈസ ആയോ? ഇല്ല, 1000 അത്രേ ആയുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഇത് ഇത്രയും നമ്മൾ പേപ്പർ വാങ്ങിച്ച് ചെയ്തിട്ട് അത് 1 മാസം പോലും നിൽക്കുന്നുമില്ല. അത് വെച്ച് നോക്കുമ്പോ ഇത് ലാഭമാ. ഓക്കേടാ, അത് ഞാൻ നല്ലതാണ് പിങ്ക് ടവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓർഡർ ചെയ്ത് ഇപ്പൊ മോന് ഉപയോഗിക്കാലോ. കൗണ്ടിങ് പഠിപ്പിക്കാം, കളർ പഠിപ്പിക്കാം, ബിഗ് സ്മോൾ കൺസെപ്റ്റിന് നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാലോ. നിങ്ങൾ പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കട്ടെ. കാരണം ചിലപ്പോൾ ക്ലാസ് ഒക്കെ നമ്മള് പ്രാക്ടിക്കലിനൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ പിങ്ക് ടവർ ചിലപ്പോ ഈ ഒരു അവസ്ഥ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. മാം, ഷോക്കേസ് കയറ്റി വെച്ചാൽ മതി മാം, ഒരു കുഴപ്പവും ഇല്ല. അവിടെ ഇരുന്നോളൂ. ഒരു 3 മാസത്തേക്ക് അവിടെ ഇരുന്നോട്ടെ എന്നുണ്ട് അല്ലെ? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക്. നമ്മുടെ പിങ്ക് ടവറും സാൻഡ് പേപ്പർ ഒക്കെ എടുത്ത് കളിക്കാനായിട്ട് കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ എന്റെ മോനെ കൊടുത്തു പിങ്ക് ടവർ. അവൻ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ചെയ്തു. 4 ദിവസം എടുത്തു ചെയ്യാനായിട്ട്. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും അത്.
അത് 10-15 പ്രാവശ്യം എന്തായാലും ചെയ്തിട്ടുണ്ടാവും ഒരു ദിവസം. അത് മൊത്തം ഇഷ്ടമായോ അവര് ആ ആ മെറ്റീരിയൽ? ഇഷ്ടായി. കംപ്ലീറ്റ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷായിരുന്നു. ചാടി കളിക്കായിരുന്നു. ആണോ? അതാണ് അവരുടെ ഒരു ആ ഒരു ഇഷ്ടം, ആ ഒരു ജോയ്ഫുൾനെസ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അപ്പോ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. മരിയ മോണ്ടിസോറിയുടെ കുറിച്ചിട്ട് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ മൂവ് ആവുന്ന ചാപ്റ്ററിന്റെ പേര് ഞാനൊന്ന് പറഞ്ഞേക്കാം. യൂണിറ്റ് 5 ആണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളിപ്പോ മരിയ മോണ്ടിസോറിയുടെ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൂവ് ആവുന്നത് കേട്ടോ. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, ഞാൻ തുടങ്ങി വെക്കുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സൊസൈറ്റി ഓഫ് പൊല്യൂഷൻ. ഓക്കെ, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ ബീറ്റ് സ്റ്റെയർ കറക്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്തിരിക്കണം കേട്ടോ. ഈ ബീറ്റ് സ്റ്റെയർ ഇപ്പൊ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. നമുക്കൊരു കാർഡ് ബോർഡിൽ ഒരു ബോക്സിൽ ഒരു എന്താ പറയാ ഒരു ഷീറ്റ് പറ്റൂല അല്ല, ഒരു ബോർഡ് ഉണ്ടല്ലോ, ഒരു ബോർഡിൽ ഇങ്ങനെ സ്റ്റെയർ വെക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റിയേ എന്നുവെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റെയർ പോലെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെ നോക്കുക കേട്ടോ. നിങ്ങളുടേതായ ഐഡിയയിൽ എങ്ങനെ വരുന്നു സ്റ്റെയർ കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്റ്റെയർ നല്ല പണ്ട് നമ്മൾ ചെറുതിലായതൊക്കെ ഒരു സ്ലേറ്റ് കിട്ടൂല അതിന്റെ പിറകു വശത്ത്. അതെ അതുണ്ട്. അത് ഓക്കെ, നമ്മളുടെ അത് മതി. അതൊരു മെറ്റീരിയലാണ്. പക്ഷെ ഇത് നമ്മുടെ സ്റ്റെയർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. മിസ്സേ അബാക്കസ് ഉണ്ട്, അത് മതിയോ? അബാക്കസ് അത് വേറെ മെറ്റീരിയൽ അല്ലേടാ, നമ്മുടെ മെറ്റീരിയൽ വേണ്ട സ്റ്റെയർ. ഇതിങ്ങനെ ഫിക്സഡ് ആക്കി വെക്കണോ മാം? ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ട്രയാങ്കിൾ പോലെ ഫിക്സഡ് ആക്കി വെക്കണോ? അതാണ്, അതുകൊണ്ടാണ് സ്റ്റെയർ എന്ന് പറയാൻ കാരണം. ഓരോ സ്റ്റെപ്പാണ് 1 2 3 ആണ്. സ്റ്റെയർ ഇങ്ങനെ മുകളിലോട്ട് കയറി പോവല്ലേ. അപ്പൊ നമ്മൾക്ക് ഈ എല്ലാത്തിന്റെയും ഒരു 10, അതായത് ഒരു യെല്ലോ കളർ ആണെങ്കിൽ യെല്ലോ കളറിന് 10 എണ്ണം വേണ്ട? അത് വേറെയാണ്. അത് സെറ്റ് ആണ്. സെറ്റ് ഓഫ് 10 യൂണിറ്റ്സ് ഇൻ ഈച്ച് ഓഫ് 1 to 10 ബാർസ് ആണ്. അത് നിർബന്ധമില്ല. സ്റ്റെയർ ആണ് ഞാൻ പറഞ്ഞത്. മാം ഞാൻ ഒരു വീഡിയോ കാണിച്ചോട്ടെ? എന്താണ് ചെയ്തിട്ടുണ്ടോ മോൻ? ചെയ്തിട്ടില്ല. ബാക്ക് ക്യാമറ എടുക്കാൻ വരുന്നില്ല. ടോപ്പിലായിട്ട് മുകളിലായിട്ട് ആ മൈക്ക് പോലെ ഒരു ഇതില്ലേ, അതിന്റെ അവിടെ മുകളിൽ ടോപ്പിൽ 2 ആരോ മാർക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് മൈക്കിന്റെ തൊട്ടിപ്പത്ത് ഇപ്പൊ കാണാം ബീറ്റ്സ് കറക്റ്റ് ഇതേപോലെ. അന്ന് നമ്പർ ചാർട്ട് ചെയ്ത പോലെ ഇങ്ങനെയായിരുന്നു. ഇത് മതി ബീറ്റ്സ്. ഇത് ബീറ്റ് സ്റ്റെയർ ആയി, നമ്പർ ചാർട്ട് ആയി. അപ്പൊ ഇത് മതിയോ? ഇത് മതി. ഇത് നമ്പർ ചാർട്ട് അവിടെ. ഇത് നമ്പർ ചാർട്ടാണോ? അപ്പൊ ഞാൻ മറ്റേ ചെയ്ത്. ഇത് ബീറ്റ് സ്റ്റെയർ ആണ്, ഇത് നമ്പർ ചാർട്ട് അല്ല. എന്ത് ചെയ്യപ്പ? നന്നായിട്ടുണ്ട്. നല്ല ഐഡിയ ആണ് ബീറ്റ്സ്. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു മാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പഠിച്ചു പുതിയ ഐഡിയാസ് നമ്മൾ സ്വയമേ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ടും ബീറ്റ് സ്റ്റെയറും ഇത് തന്നെ മതി കേട്ടോ, വേറെ വേണ്ട. 2 in 1 അല്ലെ? 2 in 1 ആണ്. താങ്ക് യു മാം. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? പറഞ്ഞോടാ. As we come to the end of today's class, I would like to share a short inspirational story. The Mountain Climber. A young boy was climbing a mountain. Suddenly, he slipped and shouted, "I will fall." To his surprise, the echo replied, "I will fall." Then he shouted, "I will win." And the echo responded, "I will win." Moral: life reflects what we speak and believe. Positive words bring positive results. Thank you and have a wonderful day ahead. Thank you, ma'am. Thank you all. Thank you, ma'am.